ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ 5ാമത്തെ ചാപ്റ്ററാണ് ആഹാരം ആരോഗ്യത്തിന്. ഓക്കെ, നല്ലൊരു ചാപ്റ്ററായത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്താ അവർ പറയുന്നത് നോക്കാം. നൂഡിൽസും ഫ്രൈഡ് റൈസും വറുത്ത ചിക്കനും ഐസ്ക്രീമും ഒക്കെ എനിക്ക് ഏറെ ഇഷ്ടമാണ്. എന്നാൽ അമ്മ സാമ്പാറും അവിയലുമാണ് ഉണ്ടാക്കുക, ഇടയ്ക്ക് മത്സ്യക്കറിയും. മറ്റേ കുട്ടി എന്താ പറയുന്നത്, എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെ ചേനയും ചീരയും മുരിങ്ങയിലയും ഒക്കെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, അവർക്ക് ഇഷ്ടമുള്ള ആഹാരമല്ല, അല്ലാത്ത വേറെ കറികളും വേറെ ആഹാരങ്ങളുമാണ് അവർക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം മാത്രമാണോ നമ്മൾ കഴിക്കേണ്ടത്? അല്ല. നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടാകും അല്ലേ? നാം എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്? രോഗപ്രതിരോധ ശേഷി നേടാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം നമുക്ക് വളർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ട്, പിന്നെന്തിനാണ്? നമുക്ക് പോഷണമൊക്കെ ആഹാരത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ ഒരു നേരം ആഹാരം കഴിച്ചാൽ മതിയോ? നമുക്ക് നോക്കാം, ഭക്ഷണത്തിലൂടെ ശരീരത്തിന് എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ നെൽക്കതിര് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എണ്ണ കാണിച്ചിട്ടുണ്ട്, പിന്നെന്താ കാണിച്ചേക്കുന്നത്? പിന്നെ മത്സ്യത്തെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും കാണിച്ചിട്ടുണ്ട്. ഇവരെന്താ പറയുന്നത് നോക്കിക്കേ. ആദ്യം നെല്ല് പറയുന്നത് എന്താണ്? ഞങ്ങളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തൂ, ഞങ്ങളിൽ ധാരാളം എന്തോ ഉണ്ട്, ധാന്യകമുണ്ട്. മത്സ്യം എന്താ പറയുന്നത്? ഞങ്ങളിൽ ധാരാളം എന്തോ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. എണ്ണ എന്താ പറയുന്നത്? ഞങ്ങളിൽ ധാരാളം കൊഴുപ്പുണ്ട്. പഴങ്ങളും പച്ചക്കറികളിലും എന്താ പറയുന്നത്? ഞങ്ങൾ ധാരാളം എന്തോ ഉണ്ട്, ധാതു ലവണങ്ങളും വിറ്റാമിനുകളും തരുന്നു. ഓക്കെ, ഇവിടെ ഒരു പട്ടിക കാണിച്ചിട്ടുണ്ട്. മേളിൽ പറഞ്ഞേക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് താഴെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, അരിയിൽ നിന്ന് എന്താ കിട്ടുന്നത്? ധാന്യകം കിട്ടുന്നു. അതുപോലെ തന്നെ മത്സ്യത്തിൽ നിന്ന് എന്താ കിട്ടുന്നത്? മത്സ്യത്തിൽ നിന്ന് പ്രോട്ടീൻ കിട്ടുന്നു. ഓക്കെ, അടുത്ത എന്താണ്? എണ്ണയിൽ നിന്ന് എന്താ കിട്ടുന്നത്? എണ്ണയിൽ നിന്ന് നമുക്ക് കൊഴുപ്പ് കിട്ടുന്നു. എന്ത് കിട്ടുന്നു? കൊഴുപ്പ് കിട്ടുന്നു. പിന്നെന്താണ്? പഴങ്ങൾ പച്ചക്കറികളിൽ നിന്ന് എന്ത് കിട്ടുന്നു? വിറ്റാമിൻ കിട്ടുന്നു. ഓക്കെ, നോക്കിക്കേ, എന്താ പറയുന്നത് നോക്കാം. ഭക്ഷണത്തിൽ ധാന്യകം ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം എന്തായിരിക്കും? ഭക്ഷണത്തിൽ ധാന്യകം എന്തിനു വേണ്ടിയിട്ടാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നോക്കാം. ഏതെല്ലാം ഭക്ഷണ വസ്തുക്കളിലാണ് ധാന്യകം ധാരാളമായി ഉള്ളത്? നമ്മളതാ നോക്കാൻ പോന്നെ. നോക്കിക്കേ, ധാന്യകം കാർബോഹൈഡ്രേറ്റ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെ കൊണ്ടാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യ ധർമ്മം. എന്താണ്? ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക. നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ എന്തോ വേണം? ഊർജം വേണം അല്ലേ? അപ്പം ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം. നോക്കിക്കേ, അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാരാളം എന്തോ ഉണ്ട്, ധാന്യകം അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പ്രവൃത്തി ചെയ്യാൻ എന്തോ വേണം? ഊർജം വേണം. നമ്മൾ ദിവസവും ഒരുപാട് ജോലികൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം നമുക്ക് എന്തോ വേണം? ഊർജം വേണം. ഈ ഊർജം കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലേ പൊതുവെ കഴിക്കുന്ന എന്താണ്? ചോറ് കഴിക്കാറുണ്ട് അല്ലേ? ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ട്, അതുപോലെ തന്നെ രാത്രിയിലും നമ്മൾ ചോറ് കഴിക്കാറുണ്ട്. അപ്പോൾ ചോറെന്ന് പറയുന്നത് എന്താണ്? അരിയല്ലേ? അരി ആഹാരമാണ്. അപ്പോൾ അത് ഒരു ധാന്യമല്ലേ? അതിനകത്ത് ധാരാളം എന്തോ ഉണ്ട്? അന്നജം അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് ജോലി ചെയ്യാനുള്ള ഊർജമൊക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിനി നോക്കാം, ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. നോക്കിക്കേ, അന്നജം തിരിച്ചറിയാൻ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ അന്നജം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ളൊരു പരീക്ഷണമാണ്. ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? ടെസ്റ്റ് ട്യൂബ്, കഞ്ഞിവെള്ളം, നേർപ്പിച്ച അയഡിൻ ലായനി. പ്രവർത്തനം എങ്ങനെയാണ്?
ടെസ്റ്റ് ട്യൂബിൽ അല്പം കഞ്ഞിവെള്ളം എടുത്ത് അതിൽ 2 or 3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. നിരീക്ഷണ ഫലം എന്താണ്? അല്ലെങ്കിൽ നിറം എന്താണ്? നിറം എന്ന് പറയുന്നത് കടും നീല നിറമായിരിക്കും. ലായനി കടും നീല നിറം ആകുന്നു. നോക്കിക്കേ, അയഡിൻ ടെസ്റ്റ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ എന്തോ ഉണ്ടാകുന്നു? കടും നീല നിറം ഉണ്ടാകുന്നു. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ്? കടും നീല നിറം ഉണ്ടാകുന്നു. അപ്പം അന്നജത്തിന്റെ സാന്നിധ്യം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടോയെന്നറിയാൻ അയഡിൻ ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, മാംസ്യം, പ്രോട്ടീൻ. ഇവിടെ 2 കുട്ടികളുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. കണ്ടോ? വ്യത്യാസം കണ്ടോ? ഒരു കുട്ടിക്ക് എന്താണ്? വളർച്ചക്കുറവാ കാണിച്ചിരിക്കുന്നത് അല്ലേ? എന്താ പറയുന്നത്? വളർച്ചയ്ക്ക് പിന്നിൽ ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് എന്താവശ്യമാണ്? പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിന് അനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. അപ്പം എന്താ പറയുന്നത്? ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ വേണം പ്രോട്ടീൻ ഒരു ദിവസം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 42 കിലോയാണ് നമ്മുടെ വെയിറ്റ് എങ്കിൽ നമ്മൾ ഒരു ദിവസം 42 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം ഒരു ദിവസം. ഓക്കെ, 1 കിലോഗ്രാമിന് എന്താണ്? 1 ഗ്രാം പ്രോട്ടീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. ക്വാഷിയോർക്കർ എന്താ നോക്കിക്കേ, പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ക്വാഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. കണ്ടോ, ഒരു കുട്ടിയുടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് കാണിക്കുന്ന ഒരു ചാർട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഭക്ഷ്യവസ്തു 100 ഗ്രാം വെച്ചാണ് കാണിച്ചേക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അരി 100 ഗ്രാമിൽ 6.8 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് 11.8 ഗ്രാം, കശുവണ്ടി 21.2, മത്തി 19.6, താറാവ് 21.6, താറാവ് മുട്ട 13.5, കോഴിമുട്ട 13.3, ആട്ടിറച്ചി 21.4, പശുവിൻ പാല് 3.2, ചെറുപയർ 24.0, നിലക്കടല 17.1. അപ്പോൾ കണ്ടോ, നമ്മൾ കഴിക്കുന്ന മിക്ക സാധനങ്ങളിലും പ്രോട്ടീൻ ഉണ്ട്. ദിവസവും നമ്മൾ പ്രോട്ടീന് കഴിക്കുന്നുണ്ടല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചില ഭക്ഷണ വസ്തുക്കളിലെ പ്രോട്ടീൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഒരു പരീക്ഷണമാണ്. നമുക്ക് വായിച്ചു നോക്കാം ജസ്റ്റ്. ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? തുരിശ്, കോപ്പർ സൾഫേറ്റ്, തുരിശ്, ജലം, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡ്രോപ്പർ, ബീക്കർ, കോഴിമുട്ടയുടെ വെള്ളക്കരു, ടെസ്റ്റ് ട്യൂബ്. പ്രവർത്തനം എന്താണ്? കോഴിമുട്ടയുടെ വെള്ളക്കരു അല്പം വെള്ളം ചേർത്ത് ഇളക്കുക. ഇത് ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം എടുക്കുക. അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 8 to 10 തുള്ളി ചേർക്കുക. ഇളക്കിയ ശേഷം അതിലേക്ക് 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി 2 തുള്ളി ചേർക്കുക. എന്താണ് പരീക്ഷണ ഫലം? വയലറ്റ് നിറം കാണുന്നുണ്ടെങ്കിൽ എന്താണ്? അത് പ്രോട്ടീൻ്റെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, വയലറ്റ് നിറം. ശരി, നോക്കിക്കേ, കൊഴുപ്പ്, ഫാറ്റ്. നാം നിത്യവും ഉപയോഗിക്കുന്ന ചില ഭക്ഷണ വസ്തുക്കളാണ് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത്. ഇവ ഒന്നും നാം നേരിട്ട് കഴിക്കുന്നില്ല. നേരിട്ട് കഴിക്കുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് എത്തുന്നത്? നമ്മൾ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇത് ചേർക്കുമ്പോഴാണ് എത്തുന്നത്. നെയ്യ്, എണ്ണ, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ. നമ്മൾ നേരിട്ട് കുടിക്കുന്നുണ്ടോ എണ്ണയൊക്കെ? ഇല്ല. ഇതൊക്കെ നമുക്ക് ആഹാരത്തിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. നമ്മൾ ഏതുതരം ആഹാരം കഴിക്കുമ്പോഴാണ് ഇവയൊക്കെ നമ്മുടെ ഉള്ളിൽ എത്തുന്നത്? എണ്ണയും നെയ്യും ഒക്കെ ശരീരത്തിനകത്ത് എത്തുന്നത് വറുത്തതും പൊരിച്ചതും, അതുപോലെ തന്നെ ദോശയൊക്കെ ചുടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നെയ്യൊക്കെ ചേർക്കാറുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ എത്തുന്നത്. കൊഴുപ്പ്. സസ്യജന്യമായ കൊഴുപ്പുകളും ജന്തുജന്യമായ കൊഴുപ്പുകളുമുണ്ട്. ഉയർന്ന അളവിൽ ഊർജം പ്രദാനം ചെയ്യുന്നവയാണ് കൊഴുപ്പുകൾ.
1 ഗ്രാം കൊഴുപ്പിൽ നിന്ന് 9 കിലോ കലോറീസ് ഊർജ്ജമാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും ഊർജ്ജത്തിന് പ്രധാനമായും കൊഴുപ്പിനെ ആശ്രയിക്കുന്നില്ല. 15% മുതൽ 30% വരെ മാത്രമേ ഊർജ്ജാവശ്യത്തിനായി കൊഴുപ്പിനെ ആശ്രയിക്കുന്നുള്ളൂ. ഓക്കെ, നോക്കിക്കേ, കൊഴുപ്പ് കൂടുതലുള്ള ഏതാനും ഭക്ഷ്യവസ്തുക്കളുടെ പട്ടിക ഇവിടെ കാണിച്ചേക്കുന്നേ. ഭക്ഷ്യവസ്തു 100 ഗ്രാമിൽ എത്രത്തോളം കൊഴുപ്പുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, കടലയിൽ 5.3, സോയാബീനിൽ 19.5, ബദാമിൽ 58.9, കശുവണ്ടിയിൽ 46.9. നാളികേരം പച്ചയിൽ എങ്ങനെയാണ്? അതായത് പച്ച നാളികേരമില്ലേ, തേങ്ങ, 41.6. അത് ഉണക്കുന്നത് കൊപ്രയ്ക്കകത്ത് എത്രയാണ്? 62.6 ഉണ്ട് കേട്ടോ. നിലക്കടലയിൽ 40.1, എള്ളിൽ 43.3, കടുകിൽ 39.7, പാലിൽ വളരെ കുറവാണ് കേട്ടോ, 3.6, എരുമപ്പാലിൽ 8.8 ഗ്രാം കൊഴുപ്പുണ്ട് കണ്ടോ. അപ്പോൾ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരവസ്തുക്കൾ ഇതിനകത്ത് ഏതൊക്കെയുണ്ട്? ഏകദേശം ബദാം, കശുവണ്ടി, നാളികേരം പച്ച, കൊപ്രയ്ക്കകത്തൊക്കെ നല്ലപോലെ കൊഴുപ്പുണ്ട് കണ്ടോ. നിലക്കടല, എള്ള്, കടുക്, അതുപോലെ തന്നെ സോയാബീൻ എന്നിവയ്ക്കകത്തൊക്കെ കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നോക്കിക്കേ, കൊഴുപ്പില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തോ വേണം? ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കൊഴുപ്പ്. മാംസ്യം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ എന്തോ ഉണ്ട്? കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. നമ്മളിപ്പോൾ പട്ടികയിൽ കണ്ടായിരുന്നല്ലേ. നോക്കിക്കേ, വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. അപ്പോൾ എന്താ പറയുന്നത്? വിവിധതരം എണ്ണകൾ, നെയ്യ്. നമുക്കറിയാം നെയ്യ് കിട്ടുന്നത് നമ്മൾ എവിടെ നിന്നാണ്? നമ്മൾ പാലുൽപ്പന്നങ്ങളിൽ നിന്നാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ എണ്ണകളും അതുപോലെ തന്നെയാണ് അല്ലേ. എണ്ണകൾ തേങ്ങയ്ക്കകത്ത് നിന്ന് അല്ലെങ്കിൽ സൺഫ്ലവറിൻ്റെ അതിൽ നിന്ന് ഒക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എണ്ണയൊക്കെ കിട്ടുന്നത്. അപ്പോൾ എണ്ണ, നെയ്യ് തുടങ്ങിയവ എങ്ങനെയാണ്? പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന കൊഴുപ്പുകളാണ് അല്ലേ. അപ്പോൾ സീഡ്സിൽ നിന്ന് പിന്നെന്താണ്? പാലുൽപ്പന്നങ്ങളിൽ നിന്നൊക്കെയാണ് നെയ്യും എണ്ണയും ഉണ്ടാക്കുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അടക്ക് എന്ന ഒരു കോഡിൽ അല്ലെങ്കിൽ കേട എന്നുള്ള കോഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. A, D, E, K ഇത്രയും വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്നത് അല്ലേ. അടക്ക്, കേട അല്ലേ, തിരിച്ചോ മറിച്ചോ നമുക്ക് വായിക്കാം. അങ്ങനെയാണ് കോഡായിട്ട് യൂസ് ചെയ്യാറുള്ളത് പൊതുവേ. അപ്പോൾ എന്താ പറയുന്നത്? ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം ഈ വിറ്റാമിനുകളെല്ലാം നമുക്ക് ആവശ്യമുള്ളവയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ എവിടെ ലയിക്കത്തുള്ളൂ? കൊഴുപ്പിലേ ലയിക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെയാണെങ്കിൽ ഒരു കുട്ടി എന്താ പറയുന്നത്? വെണ്ട മുറിച്ചാൽ നല്ല വഴുവഴുപ്പുണ്ടല്ലോ, വെണ്ടയിൽ ധാരാളം കൊഴുപ്പില്ല എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ സംശയം മാറാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം പറയുന്നുണ്ട്. എന്താണ്? നമുക്ക് ഭക്ഷണവസ്തുവിൽ കൊഴുപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഒരു വെള്ള പേപ്പറിൽ ഏതാനും തുള്ളി എണ്ണ വീഴ്ത്തൂ. പേപ്പർ വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം നിരീക്ഷിക്കൂ. എണ്ണ പറ്റിയ ഭാഗത്ത് വ്യത്യാസം കാണുന്നുണ്ടോ? നമുക്കറിയാം നമ്മൾ കടകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എണ്ണ പലഹാരങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങിച്ചാൽ അവിടെ ആ എണ്ണ പറ്റിയ ആ ഒരു വ്യത്യാസം നമുക്ക് കളർ ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്താണ് മാപ്പൊക്കെ ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറുണ്ടായിരുന്നു? തലയിലൊക്കെ ഇങ്ങനെ എണ്ണമയമൊക്കെ തേച്ച് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ആ പേപ്പർ ഒരു അകവും പുറവും കാണുന്ന രീതിയിൽ ആക്കി എടുക്കാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ എണ്ണ വരുന്ന ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കൊഴുപ്പുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പലഹാരങ്ങളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങിക്കുമ്പോൾ ആ പേപ്പറിലെല്ലാം എന്തായിരിക്കും? എണ്ണ പറ്റി ആ പേപ്പർ
കളർ ചേഞ്ച് വന്നേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഭക്ഷണവസ്തുവിൽ എന്താണ് കൊഴുപ്പുണ്ടോയെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലിങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുവോ അല്ലെങ്കിൽ കുറച്ച് നേരം ആ ഭക്ഷ്യവസ്തു അതിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്തോ എങ്ങനെയെങ്കിലും നമുക്ക് നോക്കി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്ന വായിച്ച് നോക്കിക്കേ. കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും ഊർജ്ജാവശ്യത്തിന് 25% വരെ കൊഴുപ്പിനെ ആശ്രയിക്കാം. ആർക്കൊക്കെയാണ്? കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും. ഓക്കെ, കൊഴുപ്പിൻ്റെ ഒരു രൂപം തന്നെയാണ് കൊളസ്ട്രോൾ. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഇവയ്ക്ക് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നതിന് ലൈപ്പോപ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളുടെ സഹായം വേണം. ഇവയ്ക്ക് രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടണമെങ്കിൽ എന്തോ വേണം? ലൈപ്പോപ്രോട്ടീനുകൾ എന്ന വാഹക പ്രോട്ടീനുകളുടെ സഹായം വേണം. ലൈപ്പോപ്രോട്ടീനുകൾ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? LDL-ഉം HDL-ഉം. LDL എന്ന് പറയുന്നത് എന്താണ്? ചീത്ത കൊളസ്ട്രോൾ ആണ്. HDL എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ആണ്. നോക്കിക്കേ, LDL കൂടുതലായാൽ അത് രക്തധമനികളുടെ ഭിത്തിയിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുന്നു. അങ്ങനെയാണ് ഈ അറ്റാക്ക് ഒക്കെ വരുന്നത് അല്ലേ? നോക്കിക്കേ, LDL കൂടുതലായാൽ അത് രക്തധമനികളുടെ ഭിത്തിയിൽ തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുന്നു. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നത് ഭാരം കൂടുന്നതിനും ഹൃദ്രോഗങ്ങൾക്കും മറ്റ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നത് ഭാരം കൂടുന്നതിനും ഹൃദ്രോഗങ്ങൾക്കും മറ്റ് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതിനാൽ പ്രായമായ ആളുകളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനാണ് പറയുന്നത് പ്രായമായവർ കൊഴുപ്പടങ്ങിയ ആഹാരം വളരെ കുറച്ച് മാത്രം കഴിക്കണമെന്ന്. ഓക്കെ, അല്ലെങ്കിൽ പല പല അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നോക്കിക്കേ, അധികമായാൽ എന്താ ഇവിടെ പറയുന്നത്? ഈ അപ്പൂപ്പൻ എന്താ പറയുന്നത്? ഞാൻ ഇന്നലെ രക്തം പരിശോധിച്ചു, കൊളസ്ട്രോൾ കൂടുതലാണ്. ഇവിടെ നോക്കിക്കേ, ലാബ് റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും നോക്കിയേക്കുന്നതിൻ്റെയാണ്. നോർമൽ വാല്യൂവും അദ്ദേഹത്തിൻ്റെ ആ ഒരു വാല്യൂവും കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഷുഗർ എങ്ങനെയാണ്? 80 ആണ്. നോർമൽ വാല്യൂ എങ്ങനെയാണ്? 70 to 110 മില്ലിഗ്രാം ഡെസിലിറ്റർ ആണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ എങ്ങനെയാണ്? 210 ആണ്. നോർമൽ വാല്യൂ എങ്ങനെയാണ്? അപ് ടു 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹത്തിന് ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും കൂടുതലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നോക്ക്, കൊഴുപ്പും കൊളസ്ട്രോളും. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. നമ്മൾ കണ്ടായിരുന്നു, കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അതെന്തോ സംഭവിക്കും? രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് എന്തിന് കാരണമാകും? ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. ഓക്കെ, അതിനാണ് നമ്മളോട് പറയുന്നത് വറുത്ത ആഹാരങ്ങളൊക്കെ അല്ലേ, വറുത്തെടുത്ത ആഹാരങ്ങളൊക്കെ കുറച്ച് മാത്രം കഴിക്കാൻ. എപ്പോഴും വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുന്നത് നല്ലതല്ല, ആരോഗ്യത്തിന് അത് കേടാണെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, ജീവകങ്ങൾ, വിറ്റാമിൻസ്. ഇവിടെ ഒരു പഠന റിപ്പോർട്ട് കാണിച്ചിട്ടുണ്ട്. പഠന റിപ്പോർട്ടിൽ നിന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു ഇന്ത്യക്കാരൻ ദിവസവും എന്താണ് 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണമെന്നാണ്. അപ്പോൾ ഒരു ദിവസം എത്രയാണ്? 295 ഗ്രാം പച്ചക്കറികൾ ഭക്ഷിക്കണം. എന്നാൽ ഇന്ത്യയിൽ ശരാശരി 135 ഗ്രാം പച്ചക്കറികൾ മാത്രമേ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരാൾ ശരാശരി 50 ഗ്രാം പച്ചക്കറികളാണ് ഒരു ദിവസം കഴിക്കുന്നത്. അപ്പോൾ 295 ഗ്രാം കഴിക്കേണ്ടിടത്ത് നമ്മൾ വെറും 50 ഗ്രാം പച്ചക്കറികളാണ് കഴിക്കുന്നത്. 50 ഗ്രാം പോലും തികച്ച് കഴിക്കുന്നുണ്ടോയെന്ന് സംശയമാണ് അല്ലേ? അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താ? നോക്കിക്കേ, ആരോഗ്യം. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുക്കളും. ഇവ കുറഞ്ഞ അളവിലേ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കലവറയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദിവസവും പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചു നോക്കാം. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുലവണങ്ങളും. ഓക്കെ, ഇവ കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൂ. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ
വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കലവറയാണ്. ഓക്കെ, വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് അത്യാവശ്യമായ സങ്കീർണമായ ജൈവ പദാർത്ഥങ്ങളാണ് വിറ്റാമിനുകൾ അഥവാ ജീവകങ്ങൾ. ഇവ ആകെ എത്ര എണ്ണമുണ്ട്? 16 എണ്ണമുണ്ട്. ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ജലത്തിൽ ലയിക്കുന്നവയാണ്. എന്താണ്? ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ജലത്തിൽ ലയിക്കുന്നവയാണ്. തവിട് കളയാത്ത എല്ലാ ധാന്യങ്ങളിലും ഭക്ഷ്യയോഗ്യമായ പയറിനങ്ങളിലും അണ്ടിപ്പരിപ്പുകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയിലും വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു. എന്തിലൊക്കെയാണ്? തവിട് കളയാത്ത എല്ലാ ധാന്യങ്ങളിലും ഭക്ഷ്യയോഗ്യമായ പയറിനങ്ങൾ, അണ്ടിപ്പരിപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവയിൽ ധാരാളമായിട്ടും വിറ്റാമിനുകൾ അടങ്ങിയിരിക്കുന്നു. ഇനി നോക്കിക്കേ, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളായ എ, ഡി, ഇ, കെ എന്നിവ പാൽ, മുട്ട, നെയ്യ് എന്നിവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ നിലയിൽ നടക്കണമെങ്കിൽ എന്തോ വേണം? വിറ്റാമിനുകൾ വേണം. ഇവ ശരീര സംരക്ഷകരാണ്. ഇൻഫെക്ഷൻ, നോക്കിക്കേ, ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രോഗാണുക്കൾ ശരീരത്തിനുള്ളിൽ കടന്ന് പുഷ്ടി പ്രാപിച്ച് വിഷങ്ങളുണ്ടാക്കി ശരീരകലകളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇൻഫെക്ഷനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ജീവകങ്ങൾ വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. എന്നിരുന്നാലും ഇവയുടെ അഭാവം ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുമെന്ന് മാത്രമല്ല മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. ഇനി നോക്കിക്കേ, ത്വക്ക്, എല്ല്, നാഡി, കണ്ണ്, തലച്ചോറ്, രക്തം എന്നിവയുടെ സംരക്ഷണത്തിന് വിറ്റാമിനുകൾ ആവശ്യമാണ്. ത്വക്ക്, എല്ല്, നാഡി, കണ്ണ്, തലച്ചോർ, രക്തം എന്നിവയുടെ സംരക്ഷണത്തിന് വിറ്റാമിനുകൾ ആവശ്യമാണ്. നോക്കിക്കേ, ഈ ഡയഗ്രാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം. നോക്കിക്കേ, എന്താ പറയുന്നത്? വൈറ്റമിൻസിനെ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഗുണം കാണിച്ചിട്ടുണ്ട്, എന്തിലൊക്കെ അടങ്ങിയേക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, എ, ഡി, ഇ, കെ ഇവ എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഏതാണ്? ബി, സി എന്ന് പറയുന്നത് വാട്ടറിൽ ലയിക്കുന്നതാണ്. നോക്കിക്കേ, എയെ കുറിച്ച് നോക്കാം. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വൈറ്റമിൻ എ. എന്തിലൊക്കെ അടങ്ങിയിരിക്കുന്നത്? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇതിനകത്തൊക്കെ എന്തോ അടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ എ. അതുപോലെ തന്നെ ഡി നോക്കിക്കേ, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നയാ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏത് വൈറ്റമിനാണ് ആവശ്യമെന്ന്. ഓക്കെ, സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു പാലുൽപ്പന്നങ്ങൾ. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് എന്തോ വേണം? വൈറ്റമിൻ ഇ വേണം. അത് സസ്യ എണ്ണകളിൽ നിന്നാണ് കിട്ടുന്നത്. അടുത്ത നോക്കിക്കേ, കെ. കാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിലാണ് കെ ഉള്ളത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് കെ ആണ്. ഇനി നോക്കിക്കേ, വെള്ളത്തിൽ ലയിക്കുന്നവ ബി, സി നോക്കാം. ബിയെ കുറിച്ച് നോക്കിക്കേ, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില എന്നിവയിലാണ് ബി അടങ്ങിയിട്ടുള്ളത്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യത്തിന് ബി വേണം. സി നോക്കിക്കേ, പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സി വേണം. സിയും എക്സാമിന് പൊതുവെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. നോക്കിക്കേ, ഈ സ്ത്രീ എന്താ പറയുന്നത്? പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം ഞാൻ നന്നായി കഴുകി വെള്ളം ഊറ്റിക്കളയാറുണ്ട്. ഇവർ പറയുന്ന പ്രസ്താവന ശരിയാണോ? പച്ചക്കറികൾ എന്താണ്? നുറുക്കുന്നതിന് മുന്നേ വേണം കഴുകി വൃത്തിയാക്കാൻ, അല്ലേ? പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം കഴുകിയാൽ അതിലുള്ള വിറ്റാമിൻസ് ഒക്കെ നമുക്ക് നഷ്ടമാകും. ഇനി ഇവിടെ നോക്കിക്കേ, അടച്ചു വെച്ചില്ലെങ്കിൽ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വൈറ്റമിൻ സി എന്തോ ചെയ്യുന്നു? നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ്?
നമ്മൾ ഭക്ഷണം വേവിക്കുമ്പോൾ നീരാവിയിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വിറ്റാമിനും ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ എന്തോ ചെയ്യണം? അടച്ചു വെച്ച് വേവിക്കണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? നീരാവിയിൽ ലയിച്ച് നമുക്ക് നഷ്ടമാകും. അടുത്ത നോക്കിക്കേ, ധാതു ലവണങ്ങൾ, മിനറൽസ്. ഇവിടെ ഡോക്ടർ എന്താ പറയുന്നത്? മോൾക്ക് ചെറിയ വിളർച്ചയുണ്ട്, ഇലക്കറികൾ നന്നായി കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്കറികൾ കൊടുക്കണമെന്ന് പറയുന്നത്? കുട്ടിക്ക് വിളർച്ചയുണ്ട്, ഇലക്കറികൾ എന്തുകൊണ്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇരുമ്പ് ഏതൊക്കെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്? ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ. എന്തിനു വേണ്ടിയിട്ടാ? ഇരുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്. കാൽസ്യം ഫോസ്ഫറസും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനുമാണ്. ഏതൊക്കെ ഭക്ഷണത്തിലുണ്ട്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. സോഡിയം എന്തിനകത്താണ് ഉള്ളത്? കറിയുപ്പിൽ ഉണ്ട്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. ഓക്കെ, സോഡിയം കിട്ടുന്നത് കറിയുപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ അയഡിൻ നോക്കിക്കുക. അയഡിൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല, ഇവയിലൊക്കെ എന്തോ ഉണ്ട്? അയഡിൻ ഉണ്ട്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, പിന്നെന്താണ്, മാനസിക വളർച്ചയ്ക്ക് അയഡിൻ നല്ലതാണ്. ഓക്കെ, അപ്പോൾ കുട്ടിയോട് എന്താ ഡോക്ടർ പറഞ്ഞത്? ഇലക്കറികൾ കഴിക്കണമെന്ന് പറഞ്ഞല്ലേ? ഇലക്കറികൾ എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്? കുട്ടിക്ക് വിളർച്ചയുണ്ട്, അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് കുട്ടിയോട് ഇലക്കറി കഴിക്കാൻ പറഞ്ഞത്. ഇലക്കറി പിന്നെ വേറെ എന്തിനു വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ഇലക്കറി കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറഞ്ഞ അളവിലെ ധാതുലവണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളൂ എങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിന്. ഓക്കെ, ധാതുലവണങ്ങൾ കാണപ്പെടുന്നത് പ്രധാനമായും ശരീരദ്രവങ്ങളിലും കലകളിലുമാണ്. മുഖ്യ ധാതുലവണങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ മുതലായവ. സിങ്ക്, കോപ്പർ, സെലീനിയം, മോളിബ്ഡിനം, ഫ്ലൂറിൻ, കൊബാൾട്ട്, ക്രോമിയം, അയഡിൻ തുടങ്ങിയവ ശരീരത്തിന് കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള ധാതുലവണങ്ങളാണ്. ഇവ കേടുപാടുകൾ തീർക്കുന്നതിനും ത്വക്ക്, നഖം, മുടി, രക്തം, മൃദുകലകൾ എന്നിവയുടെ ആരോഗ്യത്തിനും ഒഴിച്ചുകൂടാനാവാത്തതാണ്. പോഷക അപര്യാപ്തത രോഗങ്ങൾ, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീരവളർച്ച മുരടിപ്പിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ. അപ്പോൾ പോഷക ഘടകങ്ങൾ കിട്ടിയില്ലെങ്കിൽ എന്തോ ഉണ്ടാകും? അസുഖങ്ങൾ ഉണ്ടാകും. ഇവിടെ നോക്കിക്കേ, പോഷക ഘടകം അപര്യാപ്തത രോഗം ലക്ഷണം. വൈറ്റമിൻ എയുടെ കുറവ് മൂലം എന്തോ ഉണ്ടാകുന്നു? നിശാന്തത ഉണ്ടാകുന്നു. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വൈറ്റമിൻ ബി വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ. വൈറ്റമിൻ സി സ്കർവി, മോണയിൽ പഴുപ്പ്, രക്തസ്രാവവും. വൈറ്റമിൻ ഡി കണ, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇരുമ്പ് അനീമിയ, രക്തക്കുറവ്, വിളർച്ച. അയഡിൻ ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ. ഇത് പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ വൈറ്റമിൻ എ എപ്പോഴെപ്പോഴും ചോദിക്കാറുണ്ട് വൈറ്റമിൻ എയെ കുറിച്ച്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, ബി, ഡി ഒക്കെ എന്താണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ആരോഗ്യവും പോഷണവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ദാരിദ്ര്യവും തെറ്റായ ഭക്ഷണക്രമവുമാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾക്ക് കാരണമാകുന്നത്. ചില രോഗങ്ങൾ ചില പ്രായക്കാരിലാണ് കണ്ടുവരുന്നത്. പ്രോട്ടീൻ എനർജി അപര്യാപ്തത രോഗം പ്രീ സ്കൂൾ കുട്ടികളിലാണ് കണ്ടുവരുന്നത്. പ്രോട്ടീൻ എനർജി അപര്യാപ്തത രോഗം പ്രീ സ്കൂൾ കുട്ടികളിലാണ് അധികവും കണ്ടുവരുന്നത്. വിറ്റാമിൻ എ അപര്യാപ്തത രോഗം കുട്ടികളിൽ കാണുന്നു. ലോം ഡെഫിഷ്യൻസി അനീമിയ എല്ലാ ഗ്രൂപ്പിലും, പ്രത്യേകിച്ച് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ തുടങ്ങിയവരിൽ കാണുന്നു. പോഷകേതര ഘടകങ്ങൾ. പോഷക ഘടകങ്ങൾക്ക് പുറമെ ജലം, നാരുകൾ തുടങ്ങിയ പോഷകേതര ഘടകങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്.
നമ്മുടെ ശരീരത്തിന്റെ 2/3 ജലമാണ്. തലച്ചോറിന്റെ 85%വും രക്തത്തിന്റെ 90%വും എല്ലുകളുടെ 25%വും ജലമാണ്. ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് എന്താണ്? ജലമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ പ്രതിദിനം 2.5 ലിറ്റർ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം നാം കുടിക്കേണ്ടതുണ്ട്. നാരുകൾ, ഫൈബേഴ്സ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യമാണ് നാരുകൾ. ഇവ പ്രധാനമായും സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരീരത്തിന് പോഷകഘടകങ്ങൾ നൽകുന്നില്ലെങ്കിലും നാരുകൾ വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നു. തവിടടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവ നാരുകളുടെ കലവറയാണ്. അപ്പോൾ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ വയറ്റിലെ അഴുക്കൊക്കെ പോകാൻ നല്ലതാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ശരി. ജലത്തെക്കുറിച്ചുള്ള അധിക പോയിന്റ് നോക്കിക്കേ. ജീവന്റെ അവിഭാജ്യ ഘടകമാണ് ജലം. ഭക്ഷണമില്ലാതെ കുറച്ച് നാളുകൾ ജീവിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് ജലമില്ലാതെ എന്തോ ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. ജനിച്ചു വീണ കുഞ്ഞുങ്ങളിൽ 90% ജലമാണ്. പ്രായപൂർത്തിയായവരിലോ 75%, പ്രായമായവരിൽ 65% ജലമാണ്. ജലം, പാൽ, ജ്യൂസ്, ചായ, കാപ്പി, പാനീയങ്ങൾ, കറികൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയവയിലൂടെ ജലം നമ്മുടെ ശരീരത്തിനകത്തെത്തുന്നു. ഏതൊരു ഭക്ഷ്യവസ്തുവിലും കുറഞ്ഞ അളവിലെങ്കിലും ജലം അടങ്ങിയിട്ടുണ്ടാവും. മൂത്രം, വിയർപ്പ്, മലവിസർജനം, ശ്വസനം തുടങ്ങിയവയിലൂടെയാണ് ജലം പുറത്തു പോകുന്നത്. അധിക വിയർപ്പ്, ഛർദി, ഡയേറിയ എന്നിവ മൂലം ശരീരത്തിൽ ജലത്തിന്റെ അളവ് കുറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ തകരാറിലാക്കുകയും മരണം വരെ സംഭവിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? അധിക വിയർപ്പ്, ഛർദി, ഡയേറിയ എന്നിവ മൂലം ശരീരത്തിൽ ജലത്തിന്റെ അളവ് കുറയുന്നത് ശാരീരിക പ്രവർത്തനങ്ങൾ തകരാറിലാക്കുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, നാരുകളെ കുറിച്ചുള്ള പോയിന്റ് നോക്കാം. നാരുകൾ പോഷക ഘടകമല്ലെങ്കിലും ഭക്ഷണത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. തവിടുകളയാത്ത ധാന്യങ്ങളിലും പയർ, ബീൻസ് തുടങ്ങിയ എല്ലാ പയറിനങ്ങളിലും ഇലക്കറികളിലും പേരയ്ക്കയിലും നാരുകൾ ധാരാളമുണ്ട്. നമുക്കറിയാം എന്താണ്, വയറ് മുറുകിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇലക്കറികൾ കഴിക്കുന്നത് നല്ല എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ല എന്ന് പറയത്തില്ലേ. അപ്പോൾ എന്തിനാണ്? നമ്മുടെ മലബന്ധമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദഹനപ്രക്രിയയിൽ നാരുകൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നു. ദഹനപ്രക്രിയയിൽ നാരുകൾ ആഹാരത്തിന്റെ സഞ്ചാരം സുഗമമാക്കുന്നു. നാരുകളുടെ അഭാവം മലബന്ധനത്തിന് കാരണമാകാം. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ നാര് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്തോ പറ്റും? മലബന്ധം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ദിവസവും എന്താണ്, ഭക്ഷണത്തിൽ നാരടങ്ങിയ ആഹാരം കഴിക്കണം. ഓക്കെ, സമീപകാല ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഭക്ഷണത്തിൽ നാരുകൾ ഉൾപ്പെടുന്നത് കോളൻ ക്യാൻസർ, ഡയബറ്റീസ്, ഹൃദ്രോഗം തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, നാരടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ നോക്കിയേ, 2 കുട്ടികൾ പറയുന്നത് എന്താണ്? രുചിയുള്ള ഭക്ഷണം. നോക്കിക്കേ, ഇവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ്, നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിനുള്ള ഒരു ടിപ്സാണ് പറഞ്ഞേക്കുന്നത്. നോക്ക്, ആദ്യം എന്താ കാണിച്ചേക്കുന്നത്? സീരിയൽസ് ആണ് കാണിച്ചേക്കുന്നത്. ധാന്യങ്ങൾ കണ്ടോ? ധാന്യങ്ങൾ താഴെ കാണിച്ചേക്കുന്നത് അത് നല്ലപോലെ കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈറ്റ് പ്ലെൻറ്റി. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സും നല്ലപോലെ നമ്മൾ കഴിക്കുക. പിന്നെ പൾസസ്, നട്ട്സ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, ഫിഷ് ആൻഡ് ചിക്കൻ, ഇവയൊക്കെ എന്താണ്? ഈറ്റ് മോഡറേറ്റ്ലി. ഒരു എന്താണ്, മിതമായ അളവിൽ അത് കഴിക്കുക. പിന്നെന്താണ്? എഗ്സ് ആൻഡ് ഫ്ലഷ് ഫുഡ്, അതെങ്ങനെയാണ്? ഈറ്റ് ലെസ്, അതും കുറച്ചായിട്ട് കഴിക്കുക. എന്താണ്, മുട്ടയും മാംസവും ഒക്കെ എന്താണ്, കുറച്ച് കഴിക്കുക. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? ഫാറ്റ്, ഷുഗർ, പിന്നെന്താണ്, സാൾട്ട്, അതെന്താണ്? ഈറ്റ് ലീസ്റ്റ്, അതും വളരെ കുറച്ച് മാത്രം കഴിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആഹാരവും ആരോഗ്യവും. ഒരു വ്യക്തിയുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഊർജം, രോഗപ്രതിരോധ ശേഷി, ശരിയായ ശരീര വളർച്ച, മാനസിക വികാസം എന്നിവയ്ക്ക് ആവശ്യമായ അളവിലും അനുപാതത്തിലും എല്ലാ പോഷകേതര ഘടകങ്ങളും നൽകുന്ന ആഹാരത്തെയാണ് പോഷകാഹാരം എന്ന് പറയുന്നത്.
പോഷക ഘടകങ്ങളും അവയുടെ ലഭ്യതയും. നോക്കിക്കേ, അന്നജം കിട്ടുന്ന എവിടെ നിന്നാ? അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ. പ്രോട്ടീൻ, ഇറച്ചി, പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാൽ, മത്സ്യം. കൊഴുപ്പുകൾ കിട്ടുന്നത് ഇറച്ചി, മത്സ്യം, എണ്ണകൾ, മുട്ട, പാൽ. ജീവകങ്ങൾ കിട്ടുന്നതോ? ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, മുട്ട, തവിട്. ധാതുലവണങ്ങൾ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, ഇറച്ചി. പോഷകേതര ഘടകങ്ങളാണ് നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫിറ്റോകെമിക്കലുകളും ജലവും. അപ്പോൾ നാരുകൾ എവിടുന്നാണ് കിട്ടുന്നത്? ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫിറ്റോകെമിക്കലുകളും കിട്ടുന്നത് ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങൾ. നോക്കിക്കേ, കിഴങ്ങുകളും ഇലക്കറികളും. ഭക്ഷണവസ്തു 100 ഗ്രാം. അതിൽ വിറ്റാമിൻ മില്ലിഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ധാതു ലവണങ്ങളും മില്ലിഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ഭക്ഷണവസ്തു 100 ഗ്രാം എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? മരച്ചീനിയുണ്ട്, ചേന, ചേമ്പ്, കാച്ചിൽ, കറിവേപ്പില, ചേമ്പിൻ തണ്ട്, ചേമ്പില, പയറില, മുരിങ്ങയില, വാഴക്കൂമ്പ് എന്നിവ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരച്ചീനിയിൽ എന്താണ്? വൈറ്റമിൻ എ ഇല്ല. B1 എത്രയുണ്ട്? 0.05. അതുപോലെ തന്നെ B2 0.10. മരച്ചീനി സി എത്രയുണ്ട്? 25 മില്ലിഗ്രാം. അതുപോലെ തന്നെ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഇല്ല, ഇരുമ്പ് 0.9. അങ്ങനെ ഓരോന്നിൻ്റെയും അളവാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പഴങ്ങളിൽ എന്താണ്? ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, കാൽസ്യം, ഇരുമ്പ്. അതിൻ്റെ അളവാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏത്തപ്പഴം, ചെറുപഴം, കശുമാങ്ങ, മുന്തിരി, പേരയ്ക്ക, ചക്ക, മാമ്പഴം, പപ്പായ, കൈതച്ചക്ക. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കുക. ശരി. ഇവിടെ അവിയലിൻ്റെ ഒരു പാചകക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. ധാരാളം പോഷകഘടകങ്ങൾ അവിയലിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിയൽ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓക്കെ, നോക്കിക്കേ, ഇവിടെ എനർജി റിച്ച് ഫുഡ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്സ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്നിങ്ങനെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെ ഇവിടെ പറയുന്നത്. എന്താണ് എനർജി റിച്ച് ഫുഡ് എന്ന് പറയുന്നത്? കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്സ്. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആണ്. അപ്പോൾ അവയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും ഒന്നുകൂടെ. ഓക്കെ, ബോഡി മാസ് ഇൻഡെക്സ് കാണുന്ന ഇക്വേഷൻ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? BMI = ഭാരം കിലോഗ്രാമിൽ ബൈ ഉയരത്തിൻ്റെ വർഗ്ഗം മീറ്ററിലാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ കിലോയും ഉയരത്തിൻ്റെ വർഗ്ഗവും വെച്ച് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന സംഖ്യ എങ്ങനെയാണെന്ന് നോക്കണം. 18.5 മുതൽ 23 വരെ ആവശ്യത്തിന് ഭാരമാണ്. 23-ൽ കൂടുതലായാൽ എന്താണ്? അമിതഭാരമാണ്. 18.5-ൽ കുറവായാൽ ഭാരക്കുറവാണ്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ നീളത്തിനനുസരിച്ച് നമുക്ക് ഭാരം ഉണ്ടാവുമെന്ന് പറയാറുണ്ടല്ലേ. ഓക്കെ, ഇവിടെ കണ്ടോ, പ്രധാന ആഹാര വസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള പോഷകഘടകങ്ങളാണ് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. അതുപോലെയുള്ളൊരു ചാർട്ടാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആഹാരവസ്തു 100 ഗ്രാം വെച്ച് പറഞ്ഞിട്ടുണ്ട്. അരി, ഗോതമ്പ്, റാഗി, ചേന. അടുത്തൊരു സ്ലൈഡിലും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ടവർ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നോക്കിയേക്കുക. ഓക്കെ, ഊർജം എന്താണ്? കിലോ കലോറിയിലും, മാംസ്യം, കൊഴുപ്പ് അതൊക്കെ ഗ്രാം, ധാതുക്കൾ മില്ലിഗ്രാമിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വേണ്ടവരൊന്ന് ജസ്റ്റ് നോക്കിയേക്കുക. ഓക്കെ, ഇതാ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. 37 ഭക്ഷണവസ്തുക്കളുടെ ലിസ്റ്റാണ് തന്നേക്കുന്നത്. ഇത് ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്, പ്രധാനപ്പെട്ടത്. ഓക്കെ, എക്സാമിന് ഒരുപാട് വന്നിട്ടുണ്ട് ഇതിനകത്തേത്, ഇനിയും വരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.